ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖൊമേനി ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനകൾ എന്നുള്ളത് അമേരിക്കക്കും ഇസ്രായേലിനും മുമ്പിൽ കീഴടങ്ങില്ല, ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളോട് ക്രൂരത കാട്ടിയ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാക്കുകൾ. അറബ് ലോകത്തിനായി അദ്ദേഹം ഒരു സന്ദേശം നൽകി. ആ സന്ദേശം എന്നുള്ളത് അറബ് ലോകത്തിന് അദ്ദേഹം നൽകിയ സന്ദേശത്തിൽ പറയുന്നത്, നിങ്ങൾ അമേരിക്കയ്ക്ക് മുമ്പിൽ നിങ്ങളുടെ നിലപാടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ പണയം വെച്ചു. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന്റെ സംരക്ഷണം അമേരിക്കയെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഏൽപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ, നിങ്ങളുടെ രാജ്യത്തിന്റെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധാതു വിഭവങ്ങളൊക്കെ അമേരിക്ക ഏൽപ്പിച്ചു. അതായത് ഈ അറബ് രാജ്യങ്ങളിലെ ഓയിൽ റിഫൈനറി അടക്കമുള്ള കാര്യങ്ങൾ, ഇതിന്റെ ലാഭവിഹിതവും ഇതിന്റെ കച്ചവടവും നടത്തിപ്പുമൊക്കെ അമേരിക്കയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ഇത് മുഴുവൻ അവരെ ഏൽപ്പിച്ചു. നിങ്ങൾ ഇന്നൊരു ദുരിതമുഖത്താണ്. സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ, ഒരു നിലപാട് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഞങ്ങളിപ്പോൾ അമേരിക്കയുമായിട്ട് ഒരു സന്ധിയിലായാൽ, ഞങ്ങൾ ഇപ്പോൾ അമേരിക്കയുമായിട്ട് അനുരഞ്ജനങ്ങൾക്ക് തയ്യാറായാൽ, ഞങ്ങളിപ്പോൾ അമേരിക്കയുമായിട്ട് ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായാൽ, ഞങ്ങളും ഇതേ അവസ്ഥയിലേക്ക് ചെന്നെത്തും. അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പിനും തയ്യാറാവരുത് എന്നുള്ള കർശനമായ ഒരു തീരുമാനം ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമേനി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അത് ഇറാനിയൻ രാഷ്ട്രീയ നേതൃത്വത്തിനും പ്രത്യേകിച്ചും ഇറാനിയൻ ഭരണകൂടത്തിനും മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അവർക്ക് മുമ്പിലുള്ള ഒരു നിർദ്ദേശം എന്നുള്ള നിലക്കാണ് അലി ഖമേനി ഈ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ വിഷയം, ഈ ഒരു മേഖലയിലെ അല്ലെങ്കിൽ ഇറാനിലെ സൈനിക സംവിധാനങ്ങളെക്കുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം ഈ ദിവസങ്ങളിൽ നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങൾ എന്നുള്ളത് ഓരോ കമാൻഡർമാർക്കും, പ്രത്യേകിച്ചും നേവി മേഖലയിൽ അല്ലെങ്കിൽ ഈ മിസൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കരസേനയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാസിജ് ഫോഴ്സ് എന്ന അവിടുത്തെ സിവിലിയൻസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള സമാന്തര സൈനിക സംവിധാനം, സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബാസിജ് ഫോഴ്സ്, ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും അദ്ദേഹം പ്രത്യേകം വിളിപ്പിച്ചിരുന്നു. അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിരുന്നു. അഥവാ നമ്മൾ ഒരു യുദ്ധമുഖത്തേക്കാണ് കടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെയാണ് നമ്മൾ നേരിടുന്നത്. ലോക സാമ്പദ് വ്യവസ്ഥയെ, ലോകത്തിലെ ബിസിനസ്സിനെ അല്ലെങ്കിൽ ലോകത്തിലെ ഗതിസഞ്ചാരത്തെയൊക്കെ നിർണ്ണയിക്കുന്ന ഒരു ശക്തിയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഓച്ചാനിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ നിലപാട് പറയാൻ കഴിയാതെ നിൽക്കുന്ന, മിഡിൽ ഈസ്റ്റിലെ പ്രത്യേകിച്ചും മുസ്ലിം രാജ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളൊക്കെ ഒരക്ഷരം എതിർത്ത് സംസാരിക്കാൻ കഴിയാത്ത ഒരു ശക്തിയോടാണ് നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നത്. ആ ഏറ്റുമുട്ടലുകൾ എന്നുള്ളത് വളരെ വലിയ പരിക്കേൽക്കുന്നതാണ്. ആ ഏറ്റുമുട്ടലുകൾ എന്നുള്ളത് നമ്മളെ വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പോരാട്ട മുഖത്തേക്ക് നമ്മൾ തയ്യാറായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇറാനിലെ പ്രധാനപ്പെട്ട സൈനിക വിഭാഗങ്ങൾക്ക് നൽകിയത്. പ്രത്യേകിച്ചും ആ സൈനിക വിഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കമാൻഡിംഗ് വിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സൈനിക വിഭാഗങ്ങളും ഈ പോരാട്ടം, അന്തിമമായ ഒരു പോരാട്ടം എന്നുള്ള നിലക്ക് ഈ യുദ്ധമുഖത്ത് നിൽക്കേണ്ടതിൻ്റെയും അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തയും പറ്റി അലി ഖമേനി കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത്. മൂന്നാമത്തെ വിഷയം, ഈ സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ, പ്രതിരോധ അച്ചുതണ്ട്, ഇറാൻ പിന്തുണക്കുന്ന പ്രതിരോധ അച്ചുതണ്ട് അല്ലെങ്കിൽ ഇറാനെ പിന്തുണക്കുന്ന പ്രതിരോധ അച്ചുതണ്ട്, അത് ഇറാഖിലെ ഖരിയത് ഹിസ്ബുള്ള, ഖത്തീബ് ഹിസ്ബുള്ള, ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ അൻസാറുള്ള, ഹുത്തികൾ, ഇങ്ങനെ തുടങ്ങിയ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ അവരും അവരുടേതായ രീതിയിൽ യുദ്ധമുഖത്തേക്ക് തയ്യാറെടുപ്പുകൾ നടത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ യുദ്ധത്തിൽ വലിയ പരിക്കുകൾ അവർക്കുണ്ടാക്കിയിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടിരുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാൻ എന്നുള്ള രാഷ്ട്രം പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ, അതിജീവന പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ, അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടുള്ള അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമുഖത്തേക്ക് അവർ ഇറങ്ങുമ്പോൾ ഈ പ്രതിരോധ പ്രസ്ഥാനങ്ങളും അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സമീപനത്തിലേക്ക് കൊണ്ടുവരാൻ ഇറാന് സാധിച്ചു. ഇനി നാലാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇനി എന്ത് എന്നുള്ളതാണ്.
ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം, ഈ ഇസ്രായേലി അമേരിക്കൻ ആക്രമണങ്ങൾ ഉണ്ടായാൽ എന്ത് നയനിലപാടുകൾ സ്വീകരിക്കണം? ഇത് മേഖലാ യുദ്ധമായിരിക്കുമെന്ന് ആദ്യം തന്നെ ഇറാനിയൻ പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. മഹ്മൂദ് പെഷസ്ക്യാൻ എന്നവരുടെ പ്രസിഡന്റ് ഈ കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. അവിടുത്തെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഈ കാര്യം വ്യക്തമാക്കിയതാണ്. സൈനിക നേതൃത്വവും ഈ കാര്യം വ്യക്തമാക്കിയതാണ്. അഥവാ ഒരു കമാൻഡിന് പുറത്ത് പ്രവർത്തിക്കുന്ന സമ്പൂർണമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ള ഇറാനിയൻ ഭരണകൂടം എന്നുള്ളത്, അവരുടെ സൈനിക സംവിധാനം എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആക്രമണങ്ങൾ ഉണ്ടായാൽ ഏത് രീതിയിലായിരിക്കണം നമ്മുടെ തിരിച്ചടികൾ എന്നുള്ളതാണ് പിന്നീട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ഈ ആക്രമണം തുടങ്ങിയ നിമിഷം മുതൽ ഇറാൻ അതിനുള്ള മറുപടികളായി. ഇത് ദിവസങ്ങളും മണിക്കൂറുകളും എടുത്ത് ചെയ്യുന്നതല്ല, തൊട്ടടുത്ത നിമിഷം തന്നെ തിരിച്ചടികൾ തുടങ്ങി. ഈ തിരിച്ചടികൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഈ തിരിച്ചടികൾ ഇസ്രായേലിലേക്ക് മാത്രമല്ല, അമേരിക്കൻ യുദ്ധ കപ്പലുകളിലേക്ക് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും ഇത് ലക്ഷ്യം വെക്കുന്നത്. ബഹ്റൈനിലുള്ള അമേരിക്കൻ നേവി ബേസിനെ ഒക്കെ തകർക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ എന്നുള്ളത് ഇറാനിയൻ ഡ്രോണുകളുടെ ശക്തി എത്രയാണെന്നും അമേരിക്കൻ റഡാറുകളെ മറികടന്നുകൊണ്ട് ഈ നടപടികൾ സ്വീകരിക്കാൻ അവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു അത്. അഥവാ ഇറാനിയൻ ആയുധങ്ങളെ മനസ്സിലാക്കുന്നതിൽ, ഇറാനിൻ്റെ ഈ ശക്തിയെ മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പലപ്പോഴും പരാജയപ്പെട്ടു എന്നാണ് ഇത് വ്യക്തമാക്കി തരുന്നത്. ഇതാണ് നിലവിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കേണ്ട കാര്യം. ഇനി എന്ത് എന്നുള്ളതാണ്, ഇറാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമായി വരാനുള്ള സാധ്യത. അങ്ങനെ വരുമ്പോൾ ഇറാൻ ഈ അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലാണ് നിലവിലുള്ളത്. അവരുടെ സാമ്പത്തികമായ പ്രതിസന്ധി, മറ്റു രാജ്യത്തിനകത്തുണ്ടാകുന്ന വിഷയങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷെ നിലവിൽ അവിടുത്തെ ഭരണകൂടത്തിന് സമ്പൂർണമായ പിന്തുണ മുഴുവൻ ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്നും കിട്ടാനുള്ള സാഹചര്യത്തിലേക്കാണ് ഈ യുദ്ധമുഖത്തേക്കുള്ള കാരണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ ആക്രമണം അവിടുത്തെ ജനവിഭാഗത്തെ പൂർണ്ണമായിട്ടും ഭരണകൂടത്തിന് പിന്നിൽ അണിനിരക്കേണ്ടതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇനി ഈ വരും ദിവസങ്ങളിലെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ യുദ്ധം നീണ്ടു നിന്നാൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. ഇപ്പോഴുള്ള അവസ്ഥയിൽ ഈ യുദ്ധം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഒരു സമ്പൂർണമായിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇത് കടക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വന്നാൽ ഇനി എന്തായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇറാൻ നടത്തേണ്ടി വരും. ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് തയ്യാറാവുക എന്ന് തന്നെയാണ് നേരത്തെ ഇപ്പോൾ ഇറാൻ അവരുടെ സൈനിക തലവന്മാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അവർ കൊല്ലപ്പെട്ടാൽ പകരം ചുമതല ഏൽക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അഥവാ ഇറാനിന്റെ ഏറ്റവും പ്രബലരായ സൈനിക നേതൃത്വം കൊല്ലപ്പെട്ടാൽ പകരം ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, രാഷ്ട്രീയ നേതൃത്വത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പകരം ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, ഇനി പരമോന്നത നേതാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരായിരിക്കണം പകരക്കാർ, അല്ലെങ്കിൽ എന്താണ് പിന്നീട് ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള പദ്ധതി രൂപരേഖ ഇറാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. മറ്റൊന്ന്, എന്തുകൊണ്ട് ഇറാൻ ഈ യുദ്ധമുഖത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരൊറ്റ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള ഈ ശത്രുത തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫലസ്തീൻ വിമോചന പോരാട്ടത്തെ, ഫലസ്തീൻ എന്നുള്ള സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും, അത് കേവലമായ രാഷ്ട്രീയ പിന്തുണക്കപ്പുറമുള്ള സമ്പൂർണമായിട്ടുള്ള സൈനികമായ മാനസികമായ പോരാട്ടങ്ങളടക്കമുള്ള എല്ലാ രീതിയിലുള്ള പിന്തുണ ഇറാനെ സംബന്ധിച്ചിടത്തോളം നൽകി വരുന്നു. അതില്ല ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇത്രയും കാലത്തിനിടയ്ക്ക് അവർ തയ്യാറായിട്ടില്ല. നേരത്തെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം അവർ ചെയ്ത ആദ്യത്തെ കാര്യം ടെഹ്റാനിലുള്ള ഇസ്രായേലി എംബസി സീൽ ചെയ്ത് താക്കോൽ പൂട്ടി, ആ താക്കോലിന്റെ താക്കോൽ അന്നത്തെ ഫലസ്തീനിയൻ വിമോചനത്തിന്റെ പോരാട്ട മുഖമായ യാസിർ അറഫാത്തിന് കൈമാറിയ ഖുമൈനിയുടെ ചിത്രമാണ് വന്നിട്ടുള്ളത്. ആ ഖുമൈനിയുടെ നിലപാടുകൾ തുടർന്നു പോവുകയാണ് പിന്നീടുള്ള ഇറാനിയൻ ഭരണകൂടം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയാണ് നിലവിലുള്ള ഇവർ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്നുള്ളത്. അറബ് ലോകവുമായിട്ട് ഉണ്ടായ ഈ ആക്രമണത്തിന് ശേഷം ഉണ്ടായ തിരിച്ചടികൾ എന്നുള്ളത് അത് കേവലം അറേബ്യൻ രാജ്യങ്ങളിലെ UAE ആയാലും ഖത്തർ, സൗദി
ബഹ്റൈൻ, ഈ ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും, കുവൈത്ത് അടക്കമുള്ള ഏത് രാജ്യങ്ങളിലേക്കുള്ള തിരിച്ചടികൾ നോക്കിയാലും അത് കൃത്യമായിട്ട് എവിടെയാണോ കൊള്ളേണ്ടത് അവിടത്തേക്കാണ് വെച്ചിട്ടുള്ളത്. അതായത് ബഹ്റൈനിലാണെങ്കിൽ അമേരിക്കയുടെ നെവി ക്യാമ്പ്, ഈ ഖത്തറിലാണെങ്കിൽ അൽ ഉദൈദ് എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം, അബുദാബിയിലും ദുബൈയിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ, റിയാദിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ, ഇവിടെയൊക്കെ അമേരിക്കൻ ബേസിനെയാണ് അവർ ആക്രമിച്ചിരിക്കുന്നത്. ആ രാജ്യത്തെയല്ല, ആ രാജ്യത്തെ പൗരന്മാരെയല്ല, അവിടെ താമസിക്കുന്ന ജനങ്ങളെയല്ല. അതായത് ഈ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സംഘർഷത്തിന് ഇറാന് താല്പര്യമില്ല. പക്ഷേ ഈ കാരണങ്ങൾ മുൻനിർത്തി അവരുടെ ബേസ് ക്യാമ്പിനെയാണ് ആക്രമിച്ചത് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യങ്ങളല്ല പ്രശ്നം, അവര് അമേരിക്കയുടെ സൈനിക ബേസുകൾ തങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിന് മണ്ണൊരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് അവസാനിപ്പിക്കാത്ത പക്ഷം ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ അറബ് രാജ്യങ്ങളിലെ, പ്രത്യേകിച്ചും ഖത്തറിലെ, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുകയാണ്. അഥവാ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ, അമേരിക്കൻ സൈന്യം ഏത് രാജ്യത്തെ ബേസ് ഉപയോഗിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തെ ബേസുകൾ തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നയം. അതുകൊണ്ട് രാജ്യവുമായിട്ടുള്ള സംഘർഷങ്ങൾക്കപ്പുറം ഈ ഒരു യുദ്ധമുഖത്തേക്ക് അമേരിക്കൻ സൈനിക ബേസ് ക്യാമ്പുകളെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. മറ്റൊന്ന്, ഈ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നാൽ, ഈ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് കടന്നാൽ ഇറാൻ അതിജീവിക്കുമോ എന്നുള്ള ചോദ്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ സാമ്പത്തികമായ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച, പട്ടിണി എന്തെന്നറിഞ്ഞ, അല്ലെങ്കിൽ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെ ജീവിച്ച, പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് മനസ്സിലാക്കിയ ഒരു രാജ്യവും ജനങ്ങളും ജനസമൂഹവും ആണ്, സൈനിക സംവിധാനമാണ്. സൈനികർ എന്നുള്ളത് ആദ്യം തന്നെ ഇറാഖ് ഇറാൻ യുദ്ധം മുതൽ ഇന്ന് വരെയുണ്ടായ നിരവധിയായ സൈനികമായ ഇടപെടലുകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സൈന്യമാണ് ഇറാന്റെ സൈന്യം എന്നുള്ളത്. നിലവിൽ ഈ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ കൊടുക്കുന്നതോടൊപ്പം തന്നെ ലെബനനിലെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാന്റെ കമാൻഡിങ് വിങ് തന്നെ അവിടെ പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് യുദ്ധം ചെയ്തിട്ടുള്ള പരിചയം, ഈ അത്തരമൊരു എക്സ്പീരിയൻസ് ഇറാൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ആ യുദ്ധമുഖത്ത് നിന്നും അവർ ഒരു രീതിയിലും ചാലഞ്ചിങ് ആയ സിറ്റുവേഷൻ മറികടക്കാനുള്ള വിശ്വാസപരമായ കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ എക്സ്പീരിയൻസും ഇറാൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൂടാതെ ആത്മീയ നേതൃത്വം അവർക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ഈ ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിടാൻ ഇവർക്ക് ശക്തി പകരുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് അതിനുള്ള കെൽപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആത്മീയ നേതൃത്വം നൽകുന്ന ഈ ഒരു വിശ്വാസപരമായ മുന്നേറ്റത്തിലൂടെയാണ് ഇറാൻ എന്നുള്ള സൈന്യത്തിന്റെ അവിടുത്തെ മുമ്പോട്ട് പോക്കും അല്ലെങ്കിൽ അതിജീവനവും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിനെയും ആക്രമണം കൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ സൈനികർ കൊല്ലപ്പെട്ടാലും, മരണസംഖ്യ കൂടിയാലും, അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും അവർ അതിനെയും മറികടക്കാനുള്ള ശേഷി ഇത്തരമൊരു കാര്യം കൊണ്ട് അവർക്കുണ്ട്. അവർ ഈ യുദ്ധത്തെ കാണുന്നത് അതിജീവനമായാണ്. അവർ ഈ യുദ്ധത്തെ കാണുന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമായാണ്. അവർ ഈ യുദ്ധത്തെ കാണുന്നത് ഈ ലോകത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത ഒരു ശക്തിക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള നിലക്ക്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നുള്ള നിലക്ക് ഒക്കെയാണ് അവരുടെ നേതൃത്വം ആ രീതിയിലാണ് എഡ്യൂക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ സമ്പൂർണമായിട്ടും ഈ യുദ്ധമുഖത്ത് സജീവമായി നിലകൊള്ളാൻ നിലവിലുള്ള സാഹചര്യത്തിൽ അവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പറയേണ്ടത്. ഇനി വരും ദിവസങ്ങളിൽ അതിഭയാനകമായ സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ പോകുമെന്നുള്ള ഘട്ടത്തിൽ പോലും നിരന്തരമായിട്ടുള്ള ഈ സർവ്വ മേഖലകളിൽ നിന്നുള്ള സമ്പൂർണമായിട്ടുള്ള പിന്തുണയോടുകൂടി ഇറാൻ എന്നുള്ള രാജ്യം ഇതിനെ അതിജീവിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യമെന്നുള്ളത്.